ആരടാ അത്? കള്ളനല്ല, കരുണനാ. ആ താനാണോ? എന്താ ഈ വെളുപ്പാങ്കാലത്ത്? എന്റെ അനിയൻ എഞ്ചിനീയർ ആകാൻ പരീക്ഷ എഴുതിയിരിക്കുക. പത്രത്തിൽ നിന്ന് ഫലം വരും. ഓ എങ്കിലത് അറിഞ്ഞിട്ടേ ഞങ്ങളും പോന്നുള്ളൂ. ആ ബസ് പോയോ? കാരണം ഇല്ല. അല്ല സമയം കഴിഞ്ഞല്ലോ. പോയിട്ടില്ല. 2 മണി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് ഹരികൃഷ്ണന്റെ റിസൾട്ട് വരുന്ന ദിവസമാ. പത്രം ഇതുവരെ എത്തിയിട്ടില്ല. ആഹാ, എങ്കിലത് അറിഞ്ഞിട്ട് അടുത്ത ബസ്സിന് ഞാൻ പോകുന്നുള്ളൂ. നീ വെടിക്കെട്ട് കഴിഞ്ഞ് പറഞ്ഞ വഴിയാ? വെടിക്കെട്ട് എന്റെ ചങ്കിനകത്താ. ഹായ്, അതെന്ത് പറ്റിയിടാ? അനിയന്റെ പരീക്ഷാഫലം കാത്തു നിൽക്കാണ്. ആഹാ, അന്നത്തെ കച്ചവടം ഇവിടെ തന്നെ ആക്കിക്കളയാം. തോറ്റോന്നറിയാലോ. ശവം. പിന്നെ ഞാൻ ബില്ല് പത്രക്കാരൻ തന്നെ. ഒന്ന് വേഗം നോക്കിയടാ. ഇതില് നമ്പർ ഇല്ലല്ലോ. പത്രക്കാർക്ക് നീ തെറ്റ് പറ്റിയായിരിക്കും. ഹരീഷിന്റെ ഫോട്ടോ റാങ്ക് ഉണ്ട്. 1ാം റാങ്ക്. എവിടെ? എനിക്കൊന്നും കാണാൻ പറ്റില്ല. അത് നിന്റെ കണ്ണ് നിറഞ്ഞട്ടാ. നമ്മുടെ ഹരിക്കുട്ടൻ ജയിച്ചടാ. നല്ല ഫസ്റ്റ് റാങ്ക് കിട്ടി ജയിച്ച്. ജയിച്ചടാ, റാങ്ക് കിട്ടി ജയിച്ച്. നോക്കടാ വരക്കൊടന്നിട്ട് ഫോട്ടോ. അമ്മ നോക്കിയേ. 4 ഗുണ്ടെടുത്ത് കത്തിക്ക്. തെരുവ് നടുക്കട്ടെ. ഇതാ കോളനിക്കാര് പടക്കം പൊട്ടിക്കുന്നതാ. പടക്കം പൊട്ടിക്കാൻ എന്താ വിശേഷിച്ച്? ഉണ്ടാക്കിയ പടക്കം പൊട്ടുപോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തായിരിക്കും. സന്മനസ് ഉണ്ട്, നീ എനിക്കൊരു ചായ താടി. അതിന് നേരം കാലൊന്നും വേണ്ടേ? എന്ത് ചായ കുടിക്കാനോ? അല്ല, ഞാൻ പടക്കം പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചാൽ എന്താ? എന്നിട്ട് വേണം അവന്മാര് ചിരട്ട കുണ്ടന്റെ നെഞ്ചാങ്കോട്ടേക്കിട്ട് പൊട്ടിക്കാൻ. അപ്പൊ നിനക്ക് സന്തോഷാവുമല്ലോ. എടി അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ. ഓ ഞാൻ കക്കൂസി പോട്ടെ. നീ എവിടെ വരുന്നത്? പോയി ചായ ഇട്ടുണ്ടോ അടി. ഓ രാത്രി കഴിച്ച സൂത്രം ശരിയായില്ല എന്ന് തോന്നുന്നു. സുഹൃത്തുക്കളെ, എയർപോർട്ട് ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഇന്ന് അഭിമാനിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഇടയിൽ ഒരാൾ റാങ്ക് നേടിയിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ടാക്സി ഓടിക്കും, പകൽ കോളേജിൽ പോയി പഠിക്കും. ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ കുലത്തൊഴിലായ പടക്കക്കച്ചവടം ചെയ്യും. ഇതിനുള്ള സമ്മാനമായി ഇന്ന് നമുക്ക് കിട്ടുന്ന ലോങ് ട്രിപ്പ് ഹരികൃഷ്ണനുള്ളതാണ്. കൂടാതെ എയർപോർട്ട് ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ വക ചെറിയൊരു ഉപകാരം, കുഞ്ഞു മൊബൈൽ. രാവിലെ നിന്റെ ചേട്ടന്മാർക്ക് എന്തായിരുന്നു ഭ്രാന്ത? ഹരിയേട്ടന് റാങ്ക് ഉണ്ട് കണ്ടോ? മിടുക്കന്മാർ റാങ്ക് വാങ്ങിച്ചേക്കുന്നേ. പഠിക്കണ കാലത്ത് പെമ്പിള്ളേരെ പുറകെ നടന്ന് പോർക്കണായിരുന്നു. പക്ഷേ നമ്മൾ ഈ ടെസ്റ്റ് പാസ്സായില്ലേ? ഇതല്ല, ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുന്നതാ ശരിക്കുള്ള ടെസ്റ്റ്. അതിന് ഞാൻ ചില പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ മതിലൊന്ന് ചാട്ടും. അയ്യോ ശ്രീകുട്ടി, അനങ്ങാതെ അടക്കുക. ആരാ? എല്ലാരും ഓടി വരണേ. എന്താടാ? ഒരു കള്ളനങ്ങാട് ഓടിയിട്ടുണ്ട്. എന്താ തിരിച്ചോടുന്നേ? ഇവിടെ ഒരു കിണറുണ്ടായാലും കൂടിയാ. ഒരു കള്ളനിങ്ങാട് ഓടി കയറിയിട്ടുണ്ട്. ഇത്രയും വീടുകളുണ്ടായിട്ട് ഈ വീടേ കണ്ടുള്ള ഓടിച്ചു കയറ്റാൻ. കള്ളനിന്റെ ഇടയിലുണ്ട്. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി വാടാ വെളിയിൽ. അയ്യോ ചെവിടിയേക്കില്ലേ? അയ്യോ മോനെ, നീയോ? എന്തിനാടാ നീ ഇവിടെ വന്നത്?
പറയണം. അല്ലാതെ എന്തിനാ ഈ ഏരിയയിലെ സകല മോഷണം നടത്തിയതില്ലായിരിക്കും. അയ്യോ ഞാൻ കള്ളനല്ല. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട്. സോമരാജപുലിസം. എന്ത്? സോമനാംബുലിസം. ആർക്ക്? ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. എടാ നീ സത്യം പറ. ഇല്ല ഇവരെല്ലാരും ചേർന്ന് നിന്നെ പെരുങ്കള്ളനാക്കും. എന്തിനാണ് അവിടെ കയറിയത്? ഞാൻ ശ്രീകുട്ടിയെ കാണാൻ. ശ്രീകുട്ടിയെ കാണാൻ? അതെ. എന്തിന്? ഞങ്ങളൊന്നും ഇഷ്ടത്തില്ല. ആ വെടിക്കെട്ട് ശാലയിലെ പെണ്ണിനെ ഇതിലും ഭേദം നീ കക്കാൻ കയറി എന്ന് പറയുന്ന. അയ്യോ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്കണം. വേണം അതിന്റെ മോനെ എല്ലാവരും പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല. ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? കോപരോഗി. നിന്നെ മര്യാദ ഉടുപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാടുണരും മുമ്പ് നാട് വിട്ടോണം. കുറച്ചുകാലം മലയിടിക്കുള്ളത് എന്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. മോനെ ഇത് അമ്പഴങ്ങ അച്ചാറ്. കുറച്ചു നേരം കൊണ്ട് ഒന്ന് അപ്പം മുട്ട ഉണ്ടാക്കി തരാം. അപ്പം മൂട്ടെ പൊടി. അതും മുഴുകിക്കോട്ടെ. അവനോട് ഇരിക്കാൻ പോവാ. എങ്ങോട്ട് പോവാ? പാലോടി ഇറങ്ങി പോടാ. അപ്പുറത്ത് ഗേറ്റ് ഇല്ല. എന്തിന് ആ, കേട്ട്? പിന്നെ മധുര ചാടുവോ? അയ്യോ മതിലിയാട അറിഞ്ഞുവിടാത്ത ഒരു മോൻ. പോടാ, നിന്റെ ഇല്ലേ സാധനം. ലൈറ്റ് ഇരട്ടെ. പൊടി, അതൊന്നും വേണ്ട. ദാ മതില് ടെക്നിക്ക് ഒന്നും പറഞ്ഞു തരണ്ടല്ലോ. രണ്ടുപേരില്ലെന്നറിയാ. അപ്പനക്ക് പറന്നാ ഇപ്പിടി പറക്കണം. കൊള്ളിപ്പിശാച്. അയ്യോ, ചാടിച്ചത് വെറുതെ ആയോ? തന്തയും കൂടി ഇങ്ങോട്ട് ചാടിക്കോ. കൊറേ കാലമായി ഞാൻ ഈ പണി നിർത്തിയിട്ടു. ഞാൻ ചാടണോ? പറ്റുമോ? ചാടിക്കോ. വേണ്ട. താങ്ക്സ്. മോനെ എങ്ങോട്ടാണാവോ പാക്ക് ചെയ്യുന്നത്? അവന്റെ അമ്മയുടെ വീട്ടിലേക്ക്, അല്ല അമ്പലത്തിലേക്ക്. ബാഗിൽ നാളികേരാ ഗണപതി കൊടക്കാൻ. അടിച്ചു ഒതുക്കടാ തന്തേ മോനെ. ഒതുക്കി കുഴപ്പം ഉണ്ടാക്കരുത്. ഒരു കുഴപ്പമുണ്ടാവില്ല. ആ. പക്ഷെ ഇവനും എന്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധം ഈ കോളനി മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണം. നടത്താം. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം. എന്റെ മൂത്ത മോളെ കെട്ടിക്കാൻ മുടക്കിയത് 10 ലക്ഷം, രണ്ടാമത്തോൾക്ക് 15 ലക്ഷം, അങ്ങനെ 25 ലക്ഷം ഈ കല്യാണ ബിസിനസ് ചെയ്യാൻ മുടക്കിയത്. ഈ ഒരു മുതല് കണ്ടിട്ടാ. അതിന്റെ പലിശയെങ്കിലും കിട്ടാതെ ഈ കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. എത്രയാണാവോ പ്രതീക്ഷിക്കുന്നത്? വെറും 10 ലക്ഷം. അത്ര ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ? വേണ്ട, 5 ലക്ഷം. ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്ന് ഉറപ്പാണോ? ഉറപ്പാ. എല്ലാവരും കേട്ടല്ലോ, 5 ലക്ഷം രൂപ ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല. ഇനി നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെയും എന്റെ ഭാര്യയും മോനെയും ജീവനോടെ ചുട്ടുകരിച്ചാലും ശരി, ഇതിൽ നിന്നും 1 രൂപ കുറയില്ല. 5 ലക്ഷം 1 തരം, 2 തരം, 3 തരം. എന്ത് പറയുന്നു? എന്താ ഒന്നും ഉണ്ടാത്തേ? എന്റെ ഈ കൈ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഈ പറഞ്ഞ പണം തന്റെ മുഖത്തെ വലിച്ചെറിഞ്ഞ. കൈയില്ലല്ലോ, അപ്പൊ തരാനും പറ്റില്ല. എല്ലാവരും കേട്ടല്ലോ, നീ റിവേഴ്സ് ആറാ. കുറെ ഞാനും ഉണ്ട്. ഏട്ടാ ഏട്ടാ സമ്മതിച്ചിരിക്കും. പണം ഞാൻ തരാം. ചുമ്മാ സമ്മതിച്ചിട്ട് കാര്യമില്ല, സമയം പറയണം. അല്ലാതെ എന്റെ മോനെ മൂക്കി പല്ല് വരുന്നവരെ മൂലക്കിരുത്താൻ പറ്റില്ല. എപ്പോ തരും? അത് ഇത് 3 മാസത്തെ സമയം തരും. അതിനുള്ളിൽ കാശ് തരുമെങ്കിൽ എന്റെ മോൻ നിന്റെ പെങ്ങൾക്ക് അല്ലെങ്കിൽ വല്ലോന്റെ പെങ്ങൾക്ക്. സമ്മതിച്ചോ? സമ്മതിച്ചു.